ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് മലബാറിൻ്റെ സ്വന്തം കണ്ണ് വെച്ച പത്തിരിയാണ്. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ ഇത് പറ്റും. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മെഷർമെൻറ്റ് എങ്ങനെയാണെന്ന് നോക്കാം. ഞാൻ ഈ കപ്പ് യൂസ് ചെയ്തിട്ടാണ് മെഷർമെൻറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഏത് കപ്പാണോ യൂസ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സെയിം കപ്പ് തന്നെ മൈദയും ആട്ടയും പിന്നെ വെള്ളമൊക്കെ അളക്കാൻ വേണ്ടി സെയിം കപ്പ് തന്നെ യൂസ് ചെയ്യാം. ഒരു കപ്പ് ആട്ട, പിന്നെ ഒരു കപ്പ് മൈദ. ഇതേ സെയിം അളവിൽ തന്നെ വെള്ളം എടുക്കുക. പിന്നെ ഉപ്പ്, ഇതൊരു ടീസ്പൂണിൻ്റെ പാതിനേക്കാളും കുറച്ചുകൂടെ എടുത്തിട്ടുണ്ട് ഞാൻ. അര ടീസ്പൂൺ നെയ്യ്. ഇതൊരു കപ്പ് വെള്ളമാണ്, ഇളം ചൂട് വെള്ളമാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് കുറച്ചായിട്ട് മാവിലേക്ക് ഒഴിച്ചു കൊടുക്കുക. വെള്ളത്തിൻ്റെ കറക്റ്റ് മെഷർമെൻ്റ് എന്ന് പറയുന്നത് നമ്മൾ എടുത്ത ഒരു കപ്പ് വെള്ളത്തിൽ നിന്ന് ഒരു 3 ടേബിൾ സ്പൂൺ എടുത്ത് ഒഴിവാക്കുക. അതാണ് കറക്റ്റ് അളവ് വരുന്നത്. അപ്പം നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് മൂടി വെക്കാം. നമ്മൾ ഈ കുഴച്ച് വെച്ച മാവ് ഒന്നുകിലും നിങ്ങൾ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണയോ നെയ്യോ എങ്ങാനും ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. അല്ലാന്നുണ്ടെങ്കിൽ ഒരു കോട്ടൺ തുണി എടുത്തിട്ട് അതൊന്ന് വെള്ളത്തിൽ നനച്ചിട്ട് ഇതിന് മുകളിൽ വെച്ച് കൊടുക്കുക. ഇതൊരു 10 മിനിറ്റ് അടച്ചു വെക്കുക. ഇതിന് ഒന്നുകൂടെ ഒന്ന് കുഴച്ചതിന് ശേഷം നമുക്ക് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുക്കണം. ഏകദേശം ഈ ഒരു വലിപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. ഇനി നമുക്കിതെങ്ങനെയാണ് പരത്തുന്നത് നോക്കാം. ടോപ്പിൽ അല്പം മൈദ വിതറുക. ഇതിന് ഇന്ന ഷേപ്പ് വേണമെന്ന് അങ്ങനെ നിർബന്ധമൊന്നുമില്ല, വേഗത്തിൽ പരത്തിയെടുക്കാം. എന്നിട്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്ക് ഇങ്ങനെ മടക്കുക. ഇതിനെ ഒന്നുകൂടെ പരത്തി കൊടുക്കാം. ഒന്ന് മൈദ ഇങ്ങനെയൊന്ന് മടക്കി കൊടുക്കാം. ഒന്നുകൂടെ പരത്തി കൊടുക്കുക.
ഇത് അധികം തിന്നാവേണ്ട ആവശ്യമില്ല. ഇത് നിങ്ങൾക്ക് വേണമെങ്കിൽ പൂരി പൊരിക്കുന്ന പോലെ കുറേ എണ്ണയിൽ പൊരിച്ചെടുക്കാം. പക്ഷെ ഞാനിപ്പോൾ ഇവിടെ ചെയ്യുന്നത് കുറച്ച് എണ്ണയിലാണ്, ഇന്ന് ജസ്റ്റ് ഫ്രൈ ചെയ്തെടുക്കുന്നേ ഉള്ളൂ. എണ്ണ ഒന്ന് ചൂടായതിന് ശേഷം മീഡിയം തീയിൽ വേണം ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ. എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്കിതിലേക്ക് തന്നു. ഇത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ വലിയ വലിപ്പത്തിൽ പരത്തിയെടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഉരുളി യൂസ് ചെയ്യുന്നതുകൊണ്ടാണ് കുറച്ച് ചെറിയതാക്കി എടുത്തത്. ഉരുളി യൂസ് ചെയ്യുമ്പോൾ അങ്ങനെ പെട്ടെന്ന് തീ കയറുന്ന പ്രശ്നം അങ്ങനെയൊന്നും ഉണ്ടാവില്ല. ഇതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ പത്തിരിയും വെച്ചു കൊടുക്കാം. അങ്ങനെ നമ്മുടെ കണ്ണ് വെച്ച് പത്തിരി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ കൂടെ വേണ്ടത് ചിക്കൻ ഫ്രൈ ആണ്. അപ്പോൾ അതിന് ചിക്കൻ നന്നായി കഴുകി വൃത്തിയാക്കി വെച്ചതിന് ശേഷം നമുക്കതിൽ മസാല പുരട്ടണം. അപ്പോൾ അതിന് എന്തൊക്കെ മസാലയാണ് വേണ്ടതെന്ന് നമുക്ക് നോക്കാം. ഫസ്റ്റ് നമുക്ക് ചിക്കൻ മാരിനേറ്റ് ചെയ്യാനുള്ള മസാല ഉണ്ടാക്കാം. അതിന് ഞാനിവിടെ ഒരു പച്ചമുളക് എടുത്തിട്ടുണ്ട്, ഇഞ്ചി, ഇഞ്ചി ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുക്കാം. പിന്നെ ഒരു 3 അല്ലി വെളുത്തുള്ളി, പിന്നെ കറിവേപ്പില, അര ടീസ്പൂൺ മഞ്ഞൾ. ഞാൻ കാശ്മീരി ചില്ലി പൗഡറാണ് എടുത്തേക്കുന്നത്. 2 ടീസ്പൂൺ എടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ചിക്കൻ മസാല, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. കുരുമുളക് പൊടി 1/2 ടീസ്പൂൺ, രണ്ട് ടീസ്പൂൺ മല്ലിപ്പൊടി. ഇതിലൊരു അല്പം ഓയിൽ ചേർത്തിട്ട് അല്പം വെളിച്ചെണ്ണ ചേർത്തതിന് ശേഷം ഇതെല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. ഇതിൽ ഉപ്പ് കൂടെ ആഡ് ചെയ്യാം. ഇനി ഇത് നല്ല പേസ്റ്റ് രൂപത്തിൽ ഒന്ന് അരച്ചെടുക്കാം. നമ്മൾ പേസ്റ്റ് രൂപത്തിൽ അരച്ചെടുത്തതാണ്. അപ്പോൾ ഇതിലേക്ക് കുറച്ചുകൂടെ നാരങ്ങ നീര് ഒഴിച്ചു കൊടുക്കണം. ഞാൻ നേരത്തെ പറയാൻ വിട്ടു ഈ നാരങ്ങ നീര് ആഡ് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ ഈ ചിക്കൻ മസാലയൊക്കെ കുഴച്ചിട്ട് ഒരു അരമണിക്കൂർ അല്ലെങ്കിൽ 1 അവർ നിങ്ങളിതൊന്ന് മിക്സ് ആവാൻ വേണ്ടി വെക്കുക.
എത്ര സമയം കൂടുതൽ വെക്കുന്നതോ അത്രയും നല്ലതാണ്. പക്ഷേ നമ്മൾ തിരക്കുള്ള സമയത്തൊക്കെ നമുക്ക് ഒരു 1-2 മണിക്കൂറൊന്നും വെക്കാൻ പറ്റില്ല. അപ്പോൾ മാക്സിമം ഒരു 1/2 അവർ വെച്ചതിന് ശേഷം നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. നമുക്കിതെടുത്ത് മാറ്റി വെക്കാം. കണ്ണ് വെച്ച പത്തിരിയുടെ കൂടെ ചിക്കൻ ഫ്രൈ കൂടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.